ചങ്കായ ചങ്കിടിപ്പായ ബ്രസീൽ ടീം ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. കാനറികളില്ലാത്ത എന്ത് വേൾഡ് കപ്പ്? ഒരു അർജന്റീന ബ്രസീലൊക്കെ ഇല്ലാത്ത വേൾഡ് കപ്പിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഒരു സന്തോഷ വാർത്തയാണ്. അരകളോട് ഏറ്റുമുട്ടാൻ പ്രാഗളെത്തിയതൊക്കെ വേണമെങ്കിൽ ട്രോളായിട്ടൊക്കെ പറയാം. ചങ്കാണ് നമ്മുടെ ബ്രസീൽ, ചങ്കിടിപ്പാണ് നമ്മുടെ ബ്രസീൽ. തമ്പിനയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഇവൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ആരും ചിന്തിക്കേണ്ട. ബ്രസീൽ ലോകകപ്പിലേക്ക് യോഗ്യത നേടി എന്നൊക്കെ കേൾക്കുമ്പോൾ പണ്ട് ഇത്തരത്തിലുള്ള ചെളി പുറഞ്ഞ ഈ ഗ്രൗണ്ടുകളിലൊക്കെ കളിച്ചിട്ട്, ഈ നാടൻ ഗ്രൗണ്ടുകളിലൊക്കെ കളിച്ചിട്ട് അത് കഴിഞ്ഞ് ഈ പൈപ്പ് വെള്ളത്തിൽ പുഴയിലൊക്കെ കയ്യും കാലും കഴുകി ബ്രസീൽ അർജന്റീന എന്ന് പറഞ്ഞ് ഫാൻ ഫൈറ്റ് എടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അതിനെക്കുറിച്ചൊക്കെ ഓർത്തു പോകണേ. ഏകദിന വേൾഡ് കപ്പ് കൊതിയോടെ കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുകയാണ്. ഇപ്പം ടർഫുകൾക്ക് വഴിമാറിയാണ് നമ്മുടെ നാടൻ ഗ്രൗണ്ടുകളൊക്കെ. പക്ഷെ ഞാൻ ഇപ്പോഴും കളിക്കാറുണ്ട്, ഞങ്ങൾ ഫാൻ ഫൈറ്റ് നടത്താറുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു. വിശാലമായ ഒരു പുഴയുടെ തീരത്തുള്ള മനോഹരമായ ഗ്രൗണ്ടാണിത്. രാവിലെ തുടങ്ങി ഭയങ്കര മഴ, ഒന്നും പറയണ്ട. ആർക്കും ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മളുടെ വിഷയം സ്പോർട്സ് ആയതിൻ്റെ പേരിലും കായിക ലോകത്ത് ഇന്നലൊരു സുപ്രധാന ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നു. കുറച്ച് നാളുകളായി കുറെ ആരാധകരുടെ ട്രോളുകളും മറ്റും ഏറ്റുവാങ്ങിയ നമ്മുടെ ബ്രസീൽ, എവരുടെയും ചങ്കായ ചങ്കിടിപ്പായ ബ്രസീൽ ടീം ലോകകപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനറികളില്ലാത്ത എന്ത് വേൾഡ് കപ്പ്? ഒരു വേൾഡ് കപ്പും ഇല്ല. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു അർജന്റീന ബ്രസീലൊക്കെ ഇല്ലാത്ത വേൾഡ് കപ്പിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മളുടെ സുഹൃത്തുക്കൾ തമ്മിൽ, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, നമ്മളുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു ഫാൻ ഫൈറ്റ് ഒക്കെ ഇല്ലാത്ത ഒരു വേൾഡ് കപ്പിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു അർജന്റീന ആദ്യമേ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടാ. ബ്രസീലിനേക്കാളും 10 പോയിന്റ് 15 പോയിന്റ് ആയിട്ട് പോയിന്റ് ടേബിളിൽ കൂടുതലുണ്ട്. പക്ഷേ ബ്രസീൽ ഇന്നലെ ലോകകപ്പിന് യോഗ്യത നേടിയത് കാർലോ ആൻസിലോട്ടിയാ. ഏതായാലും പത്രക്കാർ രണ്ടും എഴുതി കണ്ടിട്ടുണ്ട്, പ്രൊനൗൺസിയേഷൻ എന്താണെന്നാവും. അദ്ദേഹത്തിന്റെ കീഴിൽ ആദ്യത്തെ മത്സരത്തിൽ ഇക്വഡോറിനെതിരെ സമനില വഴങ്ങുകയും രണ്ടാമത്തെ മത്സരത്തിൽ പരാഗ്വയ്ക്കെതിരെ 1-0 വിനീഷ്യസ് ജൂനിയറിന്റെ 44-ാം മിനിറ്റിലെ സൂപ്പർ ഗോൾ, ആ ഗോളിലൂടെ ഏതായാലും മത്സരം വിജയിക്കുകയും ചെയ്തു. ബ്രസീലാണ് കുറെ നാളുകൾക്ക് ശേഷം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് മത്സരം ബ്രസീൽ കളിച്ചോളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്യാവശ്യം മത്സരം നല്ലതായിരുന്നു. പക്ഷെ ബ്രസീലിന്റെ ഒരു പഴയ പ്രതാപത്തിലേക്ക് ഉയർന്നായിരുന്നു ബ്രസീലിനായിട്ടില്ല. കുറെ നാളുകളായിട്ടുള്ള ക്ലബിന് വേണ്ടിയുള്ള മാത്രമുള്ള കളിയായിരുന്നു ബ്രസീലില്ല. പക്ഷേ ഇത് ഒരു വിനീഷ്യസ് ജൂനിയർ ഉൾപ്പെടെ നല്ല താരങ്ങളുണ്ട്, റഫീഞ്ഞ, കുറെ പേരുണ്ട്. പക്ഷെ അവരൊരു താരമൂല്യത്തിലേക്ക് എത്താനുള്ള പ്രകടനം അവർ കാത്തുവെക്കണില്ല, ശരിയാവണില്ല. അപ്പൊ പറഞ്ഞു വരികയാണെങ്കിൽ ഈ ഒരു സന്തോഷ വാർത്തയാണ്. അരകളോട് ഏറ്റുമുട്ടാൻ പ്രാഗളെത്തിയതൊക്കെ വേണമെങ്കിൽ ട്രോളായിട്ടൊക്കെ പറയാം. ഏതായാലും 2026 ജൂണിൽ അമേരിക്കയിലും മെക്സിക്കോയിലും വെച്ചാണ് വേൾഡ് കപ്പ് നടത്തുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 22 വർഷത്തെ വേൾഡ് കപ്പിൽ 5 വേൾഡ് കപ്പ് ബ്രസീൽ നേടിയിട്ടുണ്ട്. പക്ഷെ 2022 അവസാന വേൾഡ് കപ്പ് ബ്രസീൽ നേടിയത്. ഏതായാലും നമ്മുടെ ബ്രസീൽ ചങ്കാണ്, നമ്മുടെ ബ്രസീൽ ചങ്കിടിപ്പാണ് നമ്മുടെ ബ്രസീൽ. ഏതായാലും നമ്മുടെ സുഹൃത്തുക്കളോട് തമ്മിലുള്ള ആരോഗ്യകരമായ ഒരു ഫാൻ ഫൈറ്റിലേക്കുള്ള ദൂരം ഇനി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കൃത്യം ഏകദേശം 1 വർഷം മൊത്തോളം ഉള്ളൂ ഇനി അടുത്ത വേൾഡ് കപ്പിന്. ഏതായാലും നമുക്ക് നോക്കാം അടുത്ത കളികൾ എങ്ങനെയല്ലേ. ആദ്യമായിട്ടുള്ള ഒരു വിദേശ പരിശീലകനാണ് ആൻസിലോട്ടി. അദ്ദേഹത്തിന്റെ കീഴിൽ ബ്രസീൽ എന്ത് കാട്ടും എന്ന് കാണാം. പലരും പറയുന്നു ക്ലബ്ബ് അടിച്ചു പുറത്താക്കിയാണ് അദ്ദേഹത്തിനേക്ക്. അതൊക്കെ ശരിയാണോ ഇല്ലയോ എന്ന് കാണാം. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക, സൗഹൃദപരമായ കമന്റുകൾ ചെയ്യുക കേട്ടാ. വീഡിയോക്ക് ഒന്നും അത്രയ്ക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. ഇതൊരു നമ്മുടെ നാടൻ ശൈലിയാണ്. ചെറിയൊരു ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ബൈ.